Good afternoon, all. Good afternoon, Miss. Good afternoon. Afternoon, ma'am. Okay. നമ്മള് ഫ്രണ്ട് ഓഫീസ് അല്ലെ എടുത്തുകൊണ്ടിരിക്കുന്നത്. വായിച്ചു നോക്കിയായിരുന്നോ ഫ്രണ്ട് ഓഫീസ്? സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞോളൂ അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? അല്ലേ? അതെ. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു എന്താണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന്റെ പ്രത്യേകതകൾ. അത്യാവശ്യം ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ടായിരിക്കണം എല്ലാവരെയും സ്വീകരിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ തുടർച്ചയെന്നോണം തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലിൽ മാത്രമല്ല ഏതൊരു ഫെസിലിറ്റി അല്ലെ ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അവിടെ ഒരു ഫ്രണ്ട് ഡെസ്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ഏതൊരു കസ്റ്റമറിനും എന്താണ് ചോദിച്ചറിയേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ അത് അവരോട് ചോദിക്കും, ആ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കും. തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റ് നല്ല രീതിയിൽ തന്നെ നല്ല കൃത്യമായിട്ടുള്ള ആൻസറുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്, അതിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. തത്വപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അല്ലെ കൂടുതലായിട്ട് പഠിച്ചു പോകുന്നത്. നോക്കുക, ദ നീഡ് ഫോർ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ്. അതായത് നമ്മളിപ്പോ എന്താണ് ഇത്തരത്തിലുള്ള ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് എന്തുകൊണ്ടാണ് പ്രൊഫഷണലി ട്രെയിൻഡ് ആവശ്യകത ഉണ്ടാകുന്ന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചില ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾക്ക് വലിയ അല്ലെ ഒരുപാട് എന്താ പറയാ തൊഴിൽപരമായിട്ടുള്ള നൈപുണ്യങ്ങൾ വേണമെന്നില്ല. അതേസമയം ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് കുറച്ചും കൂടി അല്ലെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് കഴിവുകൾ കൂടി വേണമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സ്പെഷ്യൽ കുറച്ച് കഴിവുകൾ വേണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഹോസ്പിറ്റലിൽ വരുന്നവരെല്ലാവരും നല്ല ഫുൾ അല്ലെ നല്ല കോൺഫിഡൻസ് ആയിട്ട് അതായത് ആരോഗ്യവാന്മാരായിട്ടുള്ള വ്യക്തികളായിരിക്കോ? ഹോസ്പിറ്റലിൽ വരുന്നവരൊക്കെ അല്ല അല്ലെ, അവരൊക്കെ എന്താണ് ചിലപ്പോ ഒക്കെ അൺവെല്ലായിട്ട് അവര് ആരോഗ്യവാന്മാരായിരിക്കണമെന്നില്ല. ചിലപ്പോ എന്താ പറയുക ഭയങ്കര വീക്കായിരിക്കും. ചിലപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ റിസപ്ഷനിസ്റ്റിന് എന്താണ് വ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ടാവും. ഏത് ഡോക്ടറിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു കസ്റ്റമറിൽ നിന്നെല്ലാം ചോദിച്ചറിയേണ്ടതുണ്ടാവും. അപ്പൊ പ്രത്യേക നൈപുണ്യം അല്ലെ പ്രത്യേക സ്കില്ലുകൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള റിസപ്ഷനിസ്റ്റിന് ആവശ്യമാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. Different from other service industry, the hospital is where people come to visit when either or their close ones are unwell. അതായത് അവിടെ വരുന്നവര് അല്ലെ ഹോസ്പിറ്റലിലേക്ക് വരുന്നവർ ഒരുപക്ഷെ രോഗികളോട് അടുത്ത് ഇടപഴകി വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ അതായത് അടുത്ത റിലേറ്റീവ്സിനോടൊപ്പം വരുന്നവരുണ്ടാകാം. അതെല്ലാം നേരിട്ട് രോഗികൾ വരുന്നവരായിരിക്കും. തീർച്ചയായിട്ടും അവരെന്തായിരിക്കും നല്ല ഹെൽത്തി അല്ലെ നല്ല ഹെൽത്തി പേഴ്സൺ ആയിട്ടായിരിക്കില്ല, അൺവെല്ലായിരിക്കും അല്ലെ രോഗികളായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഇൻഡസ്ട്രിയിൽ മറ്റൊരു വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസപ്ഷനിസ്റ്റ് ആയിരിക്കണം അല്ലെ അത്തരത്തിലുള്ള കഴിവുകളുള്ള റിസപ്ഷനിസ്റ്റ് ആയിരിക്കണം ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ട്. ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി, the hospital is where people comes to visit when either or their close one are unwell. അല്ലെ ഒരു ട്രീറ്റ്മെന്റിനായിട്ടായിരിക്കും ഓരോ പേഷ്യൻസും അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സും അവിടേക്ക് കടന്നു വരുന്നത്. This makes the people come to the hospitals impatient, anxious and curious. അതായത് നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും അവര് അൺവെല്ലായിട്ട് കിടന്നു വരുമ്പോഴല്ലേ നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വ്യക്തികളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളാണെങ്കിൽ കൂടി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് ഒരുപക്ഷെ വേദന കൊണ്ട് നമ്മൾ അക്ഷമരായിരിക്കും അല്ലെ, വേദന കൊണ്ട് ഭയങ്കര പെയിൻ ആയിരിക്കും.
അതല്ലെങ്കിൽ ചിലപ്പോ എന്താണാവോ എന്റെ അസുഖം എന്നുള്ള ഒരു ഉത്കണ്ഠാകുലരായിട്ടുള്ള ഒരു മൈൻഡോടുകൂടി ആയിരിക്കും എന്തെങ്കിലും അല്ലെ ഒരു എന്താണ് ജിജ്ഞാസയോട് കൂടിയിട്ട് എന്തായിരിക്കാവോ എന്റെ അസുഖം മാറുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡോട് കൂടിയിട്ടായിരിക്കും ഓരോ പേഷ്യൻസും ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ അല്ലേ? അല്ലേ? ആണോ? ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവരെ എന്താണ് നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ട ഡ്യൂട്ടി ആർക്കുണ്ടായിരിക്കും? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും. This makes the people come to the hospital impatient, anxious and curious. Here comes the importance or a necessity of handling such patients or their family members with more professionalism, sympathy, empathy and courtesy following all hospital operation protocols. നമുക്കറിയാം ഹോസ്പിറ്റലിന് ഓരോ പ്രോട്ടോകോൾ ഉണ്ടാവും അല്ലെ, ഒരു രീതി ഉണ്ടാവും. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ ഓരോ പേഷ്യൻസിനെയും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾ വിചാരിക്കുകയാണ് ഒരു പേഷ്യന്റ് വളരെ തീരെ വയ്യ എന്നാൽ അവരെയൊക്കെ ഒന്ന് ചേർലൊക്കെ ഇരുത്തി കിടത്തി അവർക്കൊക്കെ ശുശ്രൂഷ കൊടുത്തിട്ട് അടുത്ത പേഷ്യന്റിനെ പരിഗണിക്കുക. അതായത് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളിൽ ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു റോള് എന്താണ് അവിടെയുള്ള റിസപ്ഷനിസ്റ്റിന് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു പേഴ്സണോട് മാത്രം കെയർ ചെയ്ത് അവരുടെ കാര്യം അന്വേഷിച്ചിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അറ്റ്മോസ്റ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കൊടുത്ത് ഓരോരുത്തരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകേണ്ടി വരും അല്ലെ. അതിന്റെ ഇടയ്ക്ക് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും, ഓരോരുത്തർ വരുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ടാവും, രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടത്തേണ്ടതുണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് ആൻസർ കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത ഡ്യൂട്ടികൾ ഈ റിസപ്ഷനിസ്റ്റിന്റെ കയ്യിലുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവര് എല്ലാ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കഴിവുകൾ അല്ലെ ഇവർക്ക് ഉണ്ടായിരിക്കണം. എന്താ പറയുന്നതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട് here comes the importance or a necessity of handling such patients അല്ലെ. വ്യത്യസ്ത രീതിയിലുള്ള ആൻഷ്യസ് ആയിട്ടും എന്താണ് സാക്ഷരരായിട്ടൊക്കെ വരുന്ന പേഷ്യൻസ് ആയതുകൊണ്ട് അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ ഇവർക്ക് ഉണ്ടാവണം. അതുപോലെ ഫാമിലി മെമ്പേഴ്സ് അവരെയൊക്കെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശ്രമം വേണം. വിത്ത് മോർ പ്രൊഫഷണലിസം. അപ്പൊ അതിനൊക്കെ എന്തൊക്കെ കൂടുതലായിട്ട് ഇവർക്ക് നൈപുണ്യം വേണം അല്ലെ. അവർക്ക് എന്തൊക്കെ വേണം എന്ന് പറയുന്നത് സിമ്പതി വേണം, എമ്പതി വേണം ആൻഡ് കേർട്ടസി അല്ലെ. അവർക്ക് ദയ വേണം, കരുണ വേണം, ഒപ്പം തന്നെ എന്താണ് ആതിഥ്യ മര്യാദകൾ വിനയത്തോടു കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവും ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള കഴിവുകൾ ഇങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് എപ്പോഴും ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് മറ്റൊരു ഇൻഡസ്ട്രിയെ പോലെയല്ല അല്ലെ. ഹോസ്പിറ്റലിന്റെ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവരോടൊപ്പം വരുന്നവരെല്ലാം ഒരുപാട് എന്താണ് ജിജ്ഞാസഭരിതരും ഉത്കണ്ഠാകുലരും എന്താണ് വേദന കൊണ്ടൊക്കെ പെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അക്ഷമരൊക്കെ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അവരെ ഡീല് ചെയ്യാനായിട്ടുള്ള പ്രത്യേക കഴിവുകൾ അല്ലെ, പ്രത്യേക ക്വാളിറ്റി ഈ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള പ്രൊഫഷണലിസം, ആ തൊഴിൽ നൈപുണ്യം ഏതൊരു റിസപ്ഷനിസ്റ്റിനും അവിടെ ആവശ്യമാണ്. ാണോ പാരഗ്രാഫ്? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം. The front office is a department of the hospital which directly makes contact with the patients where they first arrive. അതിൽ നമ്മൾ കണ്ടു എന്താണ് നമ്മൾ ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. The front office is a department of the hospital which directly makes contact with the patients where they first arrive. ആദ്യം തന്നെ നമ്മൾ ചെന്നപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. The staffs of this department are directly family members. അവരെ എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചറിയാം അല്ലെ. ഒരുപക്ഷെ പെയിനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉത്കണ്ഠാകുലരാണെങ്കിലും വ്യാപലാതികളുടെ ഇടയിൽ കൂടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ റിസപ്ഷനിസ്റ്റ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും. It functions as a central point of contact across the organization.
അപ്പൊ ഇവരുടെ പ്രവർത്തനം എന്താണ്? മധ്യമായുടെ അല്ലെ ഒരു ഇടനിലക്കാരനായിട്ടാണ് വർദ്ധിക്കുന്നത്. പേഷ്യന്റിന്റെയും ഹോസ്പിറ്റലിന്റെയും ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് റിസപ്ഷനിസ്റ്റ് വർദ്ധിക്കുന്നത്. നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് ആണ് പേഷ്യന്റിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് വ്യാപരിക്കുന്നതും ആര് തന്നെയാണ്? റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. ഇറ്റ് ഫങ്ഷൻസ് as a central point of a contact across the organization. The department maintains information and record of all the patients of the hospital. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്? ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യും അല്ലെ, വിവരങ്ങളെല്ലാം വരുന്ന പേഷ്യൻസിൻ്റെതായിട്ടുള്ള വിവരങ്ങളെല്ലാം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും, അതെല്ലാം റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെ എവിടേക്കാണ് എൻട്രി ചെയ്യേണ്ടത് അവിടേക്കെല്ലാം റെക്കോർഡ് ചെയ്യും. It also plays an important role in forming overall impressions of the service provided by the organization. അത് മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള അല്ലെ എല്ലാ തരത്തിലുള്ള എന്താണ് ഫെസിലിറ്റീസ് അല്ലെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ അല്ലെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള മമത അത് കൃത്യമായിട്ട് തന്നെ അവിടെയുള്ള വരുന്ന പേഷ്യൻസിന് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? അത് തന്നെയാണ് പല കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ റിസപ്ഷനിസ്റ്റ് ഒക്കെ തന്നെയാണ്. അവരാണ് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് അവർക്ക് തിരിച്ച് പകർന്നു കൊടുക്കുന്നത് അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ഒരു റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിലായിരിക്കും പേഷ്യൻസ് വന്നിട്ട് ചോദിക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്കാനിങ് നടത്തേണ്ടതുണ്ട് അല്ലെ, നമുക്ക് അതിനുള്ള സ്കാനിങ് സൗകര്യങ്ങളും ഉണ്ടാവുമോ? ഇൻ കേസ് ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഇപ്പൊ ന്യൂറോളജിസ്റ്റിനെ കണ്ടു അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ആഫ്റ്റർ ഡയാലിസിസും കാര്യങ്ങൾ നടത്താനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് CT സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ? ഓക്കെ, ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലെ വ്യക്തി തന്നെയാണ് കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലും സൗകര്യങ്ങളെല്ലാം ഈ ഹോസ്പിറ്റലിലുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലും സമയത്തിനുള്ളിൽ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അങ്ങനെയുള്ള ഓവറോൾ ഇംപ്രഷൻ അല്ലെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും പേഷ്യൻസിന് പകർന്നു കൊടുക്കുന്നതും ആര് തന്നെയാണ്? റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ചിലപ്പോഴൊക്കെ സെൻട്രൽ പോയിന്റ് ആയിട്ട് വർദ്ധിക്കുന്ന ആരെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്താണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അതിനേക്ക് അല്ലെ സെൻട്രൽ പോയിന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വ്യാപരിക്കണം അല്ലെ, പേഷ്യൻസിനോട് എങ്ങനെ വ്യാപരിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഫാമിലി മെമ്പറിനെ പോലെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് എന്താണ് പേഷ്യൻസിനോട് കസ്റ്റമേഴ്സിനോടൊക്കെ വ്യാപരിക്കണം എന്നുള്ള കാര്യം വരാറുണ്ട്. തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ചിലപ്പോഴൊക്കെ റയറായിട്ടൊക്കെ കാണാറുള്ളൂ എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ക്വാളിറ്റീസ് അല്ലെ. ഇത് നമുക്കറിയാം ആൻഷ്യസ് ആയിരിക്കും, ഇംപേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് സിമ്പതിയും എമ്പതിയും അല്ലെ കേട്ടസി ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ എന്താണ് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. നമുക്കറിയാം ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രതീക്ഷിക്കാനുള്ളൂ. എന്താ പറയാ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി പോകാറുണ്ട്. പൊതുവെ നോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. അത്തരം ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ കാണാറുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെയാണോ? സെക്കൻഡ് പാരഗ്രാഫ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. The front desk position is often the first person that patients or their well-wishers interact by contacting with the hospital. അതായത് നമുക്കറിയാം അല്ലെ, അവര് സാധാരണ രീതിയിൽ ഫ്രണ്ട് ഡെസ്കിലുള്ള പേഴ്സൺസ് ഒക്കെ തന്നെയായിരിക്കും ഓരോ പേഷ്യൻസിനെയും
നല്ല രീതിയിൽ അല്ലെ അവരാണ് ഫസ്റ്റ്ലി വെൽക്കം ചെയ്ത് നമ്മളെ സ്വീകരിക്കുന്നത് അല്ലെ. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെട്ടാൽ ആദ്യം തന്നെ അവരെ വെൽക്കം ചെയ്ത് സ്വീകരിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആയിരിക്കും. ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ഈസ് ഓഫൻ ദ ഫസ്റ്റ് പേഴ്സൺ അല്ലെ. ഹു ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള ഒരു ലെവലിലെ ചോദ്യങ്ങൾ വന്നാല് എഴുതുക എന്താണ് ഫ്രണ്ട് ഓഫീസ് പൊസിഷനിലുള്ള സ്റ്റാഫ് ആയിരിക്കും, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് അല്ലെ ഫ്രണ്ട് ഡെസ്ക് റിസപ്ഷനിസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്ന പേഴ്സൺ. ഓക്കെ, ദെൻ വീണ്ടും പറയുന്നു എന്താണ്, സോ ദേ ആർ എസെൻഷ്യലി ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾക്ക് എന്തെന്ന് പറയാം, ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ അല്ലെ, അവരുടെ ശബ്ദവും അല്ലെ അവരുടെ മുഖത്തിൽ നിന്നാണ് ഹോസ്പിറ്റലിന്റെ പിക്ചർ ഇവര് വായിച്ചെടുക്കുന്നത് അല്ലെ. എന്താണ് ഹോസ്പിറ്റലിലൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഗ്രഹിച്ചറിയുന്നത് ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ മുഖഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ സംസാരത്തിൽ നിന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. Then, and for this reason, they play an important role in the representing the organization. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട റോള് ആര് നിർവഹിക്കുന്നു, നമ്മുടെ okay, they play an important role in the representing the organization. Who is playing an important role in the representing the organization? ആരാണ് അത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് നിർവഹിക്കുന്ന പേഴ്സൺസ്? ഓക്കെ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആയിരിക്കും അല്ലെ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ് ഇമ്പോർട്ടന്റ്. കാരണം ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് എന്നല്ലെങ്കിൽ അല്ലെ ഇന്ന ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, ഏത് തരത്തിലുള്ള കാര്യങ്ങളും അറിയിക്കുന്നത് പേഷ്യന്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ അവിടെ 2-3 ചെറിയ പോയിന്റ്സ് എടുത്തിട്ടാണ് പറയുന്നത് അല്ലെ. ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടന്റ് റോള് അല്ലെ, ആരാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നില്ല. കട്ടാവുന്നുണ്ടോ വോയിസ്? എല്ലാവർക്കും കട്ടായി പോകുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്നു. ഇല്ലാന്നും വരുന്നുണ്ട്, ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോ ഏതാ ഞാൻ നോക്കാം. ഒരുപാട് എന്തെങ്കിലും കട്ടായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്താന്ന് വെച്ചാൽ പരിഹരിക്കാം. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആണെങ്കിൽ അത് നോക്കാം. എന്റെ വോയിസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ? എന്റെ വോയിസ് ലോങ് ആയിട്ട് അല്ല, നെറ്റ് ഇഷ്യൂ ആണോ നോക്കാം നമുക്ക്. ഓക്കെ, കുറച്ചും കൂടി മുമ്പ് കണ്ടിന്യൂ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫോം ചെയ്യാം. ക്ലിയർ ആണ്? അപ്പോ നമുക്ക് നോക്കാം. എന്തെങ്കിലും കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യാം. കാരണം ക്ലാസ് എല്ലാവർക്കും ആവശ്യമാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യാം. ഞാൻ എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ ലാസ്റ്റ് പാരഗ്രാഫിലും അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അല്ലെ ആ ഒരു റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താന്നുള്ള കാര്യമാണ് അതിൽ ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, വോയിസ് അല്ലെ, ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് തന്നെയാണ് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. കാരണം അവരാണ് കൂടുതലായിട്ടും ആ ഒരു ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഈ ഒരു പേഷ്യന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആരുടെ കയ്യിലാണ്? നമ്മുടെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇടയ്ക്ക് കട്ടാവുന്നുണ്ടല്ലേ, നോക്കാം. ഞാൻ ഇവിടെ വോയിസിന് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്തേക്കാണ്. ഇനിയും എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ നമുക്കത് ഇൻഫോം ചെയ്യാം.
ഏതാണ് 1 more please എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാരഗ്രാഫ് ആണോ? Okay. The front desk position is often the first person that the patients or their well-wishers interact while contracting with the hospital. അതായത് ഇതിൽ എടുത്ത് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഡെസ്കിലെ സ്റ്റാഫാണ് ഫസ്റ്റ് പേഴ്സൺ അല്ലെ. അവരാണ് പേഷ്യന്റിനെ ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് വെൽക്കം ചെയ്യുന്നത് അല്ലെ. ദർ വെൽ വിഷേഴ്സ് ഇന്ററാക്ട്, അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്തിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് അവരെ സ്വീകരിക്കുന്നത്. എന്താ പറയുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവർ തമ്മിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ they are essentially the face and voice of the hospital. അതുകൊണ്ട് തന്നെ അവര് എന്താണ് ഹോസ്പിറ്റലിന്റെ ഒരു മുഖവും അല്ലെങ്കിൽ ശബ്ദവും എന്ന് വിളിക്കുന്നത് ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫിനെയാണ്. ഫോർ ദിസ് റീസൺ they play an important role in the representing the organization. അതായത് പ്രധാനമായിട്ടും ഈ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു ഹോസ്പിറ്റലിന് എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങളുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഒക്കെ അല്ലെ, എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ നൂതനമായിട്ടുള്ള എന്തെങ്കിലും അല്ലെ MRI സ്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പുതിയ മെഷീന്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻഫോം ചെയ്യുന്നത്, അത് പേഷ്യൻസിനെ അറിയിക്കുന്നതിന്റെ ഇടനിലക്കാരനായിട്ട് വർദ്ധിക്കുന്നത് ആരാണ്? ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടന്റ് റോൾ ആണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്താണ് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? എന്താണ് കസ്റ്റമർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. A customer is referred to as individual or households that purchase goods and services generated with the economy. എന്താണ് കസ്റ്റമർ എന്നുള്ള കാര്യം ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലുമ്പോൾ പേഷ്യന്റ് ആണ് അവിടുത്തെ കസ്റ്റമർ അല്ലെ. അവിടെ എന്താണ് ആ കസ്റ്റമർ അവിടെ നിന്ന് മേടിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് പർച്ചേസ് ചെയ്യുന്നത്? എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാണോ? പേഷ്യൻസ് ആണ് കസ്റ്റമർ. എന്തെങ്കിലും സാധനങ്ങൾ ഒക്കെ അവിടെ ട്രീറ്റ്മെന്റ് അല്ലെ, അവരുടെ സേവനമാണ് അവിടെ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും മറ്റ് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സേവനമാണ്, ട്രീറ്റ്മെന്റ് ആണ് അവിടെ സേവനമായിട്ട് അവര് നേടിയെടുക്കുന്നത് അല്ലെ. അപ്പൊ മെഡിക്കൽ സർവീസ് ആണ് അവിടെ അവര് കൂടുതലായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. അപ്പൊ അവിടെ കസ്റ്റമർ ആയിട്ട് വ്യാപാരിക്കുന്നത് ആര് തന്നെയാണ്? പേഷ്യന്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ടേമിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ എന്നുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇവിടെ ജസ്റ്റ് പറയുന്നത്. ബിസിനസ് ലാംഗ്വേജിലൊക്കെയാണ് ഇതില് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി എടുക്കാം എന്താണ് ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ആണ് ഹോസ്പിറ്റലിലെ കസ്റ്റമർ. ഇപ്പൊ ജസ്റ്റ് ഇത് നോക്കാം. A customer is referred to as individuals or households that purchase goods and services generated within the economy. അതായത് സമ്പദ് വ്യവസ്ഥയിൽ ഒതുങ്ങുന്ന രീതിയിൽ അല്ലെ. നമുക്ക് ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാവും, ഓരോരുത്തർക്കും ഒരു സാധനം മേടിക്കുന്നതിന് ഒരു നിശ്ചിത ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കും അല്ലെ. ഒരുപാട് ബൽക്കി എന്താ പറയുന്നത് ഫിനാൻഷ്യലി നല്ല അവസ്ഥയിലുള്ള വ്യക്തികളാണെങ്കിൽ നമുക്കറിയാം ലക്ഷറി ആയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ അവർ തിരഞ്ഞെടുക്കും. ലക്ഷറി ഉള്ള വസ്തുക്കളൊക്കെ അവർ മേടിക്കാനായിട്ട് ആഗ്രഹിക്കും. ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സർവീസ് അല്ലെ, ഒരു സർവീസോ സാധനങ്ങളോ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള വ്യക്തിയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥ മീൻ ചെയ്യുന്നത് അവരവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ആണ് അല്ലെ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒരു സർവീസോ സാധനമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെയാണ് എന്തെന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് വിശേഷിപ്പിക്കുന്നത്. കസ്റ്റമർ is referred to as individual or households that purchase goods and services generated within the economy. Okay, clear അല്ലേ ഫസ്റ്റ് പോയിന്റ്? Okay, then next നോക്കാം. The word is historically derived from custom, meaning habit. A customer is someone who frequently consults a particular shop. Okay, അതൊരു കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. The word is historically derived from custom അല്ലെ. ഒരു
കസ്റ്റം എന്നുള്ള വേർഡിൽ നിന്നാണ്. എന്താണ് നമ്മുടെ വേർഡ് അല്ലെ? ദ വേർഡ് ഇസ് ഹിസ്റ്റോറിക്കലി ഡിറൈവ്ഡ് ഫ്രം കസ്റ്റം മീനിങ് ഹാബിറ്റ്. ഹാബിറ്റ് എന്നാണ് ഈ കസ്റ്റമറിന്റെ അല്ലെങ്കിൽ കസ്റ്റമിന്റെ വേർഡ് മീനിങ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹാബിറ്റ് എന്ന് പറയുന്നത്? ശീലം അല്ലെ? അപ്പൊ ശീലം എന്നത് ആചാരം എന്ന വേർഡിൽ നിന്നാണ് രൂപം കൊണ്ട് വന്നിരിക്കുന്നത്. വേർഡ് ഈസ് ഹിസ്റ്റോറിക്കലി ഡിറൈവ്ഡ് ഫ്രം കസ്റ്റം മീനിങ് ഹാബിറ്റ്. ശീലം എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് കസ്റ്റമിൽ നിന്നാണ്. അതായത് ആചാരങ്ങൾ അല്ലെ? ആചാരം എന്നുള്ള ഇതിൽ നിന്നാണ് ഹാബിറ്റ് ശീലം ഉടലെടുത്ത് വന്നിരിക്കുന്നത്. എ കസ്റ്റമർ ഈസ് സംവൺ who frequently consults a particular shop and makes it a habit to purchase the goods from there, and within who the shopkeeper had to maintain a relationship to keep him his or her custom, which means expected purchase in the future. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഇടയ്ക്ക് ഷോപ്പിൽ പോയി സാധനങ്ങൾ മേടിക്കും അല്ലെ? നമ്മളുടെ സാലറി കിട്ടുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ മന്ത്ലി 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ഒരു ഷോപ്പിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അങ്ങനെ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഓക്കെ. അപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് അല്ലെ? ഫ്രീക്വന്റ്ലി ഇടയ്ക്കിടയ്ക്ക് ആ ഷോപ്പിൽ വിസിറ്റ് ചെയ്യും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അവിടെ നിന്ന് ഈ ഒരു ഫ്രീക്വന്റ്ലി നമ്മളെ വിസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഷോപ്പ് കീപ്പർ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ? ഒരു റിലേഷൻഷിപ്പ് അവിടെ തമ്മിലൊരു ബന്ധം സ്ഥാപിക്കില്ലേ? ഉണ്ട് അല്ലെ? അപ്പൊ കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് പോകും. അപ്പൊ അവിടെ ഷോപ്പ് കീപ്പർ ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാൻ വരുന്ന സാധനങ്ങൾ എന്താന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഒരു ചെറിയ ധാരണ ഷോപ്പ് കീപ്പറിന് ഉണ്ടാവോ? ഒരു ചെറിയ ധാരണ ഉണ്ടാവില്ലേ? ഓക്കെ. കാരണം നമ്മളെ അല്ലെ 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും ഇങ്ങനെ 1-2 പ്രാവശ്യം നമ്മളെ കാണുന്നത് കൊണ്ട് തന്നെ അവർക്കറിയാം നമ്മൾ എന്തൊക്കെ സാധനമാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ? നെക്സ്റ്റ് ടൈമിലും അവരെന്ത് ചെയ്യും? ഓക്കെ, ഇന്ന സാധനങ്ങൾ വരാനായിട്ട് ഇന്ന പേഴ്സൺ വരും. അപ്പൊ ചിലപ്പോ അതിൽ നിന്ന് ഇച്ചിരി കൂടി ക്വാളിറ്റിയുള്ളതോ ക്വാണ്ടിറ്റിയോട് കൂടിയതോ ഇച്ചിരി വില കൂട്ടിയതോ കുറച്ചതോ ഒക്കെ അവർക്ക് തന്നാലും നമ്മൾ മേടിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അല്ലെ? ഒരു നേരത്തെ കൂട്ടിയുള്ള ഒരു ധാരണ ആ ഷോപ്പ് കീപ്പറിന് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന പേഴ്സൺ എന്തായാലും വില വെച്ചിരി കൂട്ടിയാലും മേടിച്ചോളും, അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് അയാൾ പർച്ചേസ് ചെയ്യാറ്. ഗുണമേന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഗുണമേന്മയുള്ള സാധനം അവതരിപ്പിച്ചാൽ അദ്ദേഹം പ്രിഫർ ചെയ്തോളും. അല്ലെങ്കിൽ വില കുറഞ്ഞ് ക്വാണ്ടിറ്റി കൂടുതലുള്ള സാധനങ്ങളാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യാറ്. അപ്പൊ വില കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ള സാധനങ്ങൾ അവിടെ എന്താണ് സെയിലിന് വിൽക്കുമ്പോൾ സാധാരണയായിട്ട് അദ്ദേഹം വന്ന് കളക്ട് ചെയ്തോളും. അങ്ങനെയൊക്കെയുള്ളൊരു എക്സ്പെക്ടേഷൻ അല്ലെ? ഓരോ പേഴ്സണെ കുറിച്ച് ഓരോ കസ്റ്റമറിനെ കുറിച്ചിട്ട് ഒരു ധാരണ ആർക്കുണ്ടാവാം? ഷോപ്പ് കീപ്പറിന് ഉണ്ടായിരിക്കും. അപ്പൊ അത് ആണ് ഈ ഒരു പോയിന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. എ കസ്റ്റമർ ഈസ് സംവൺ ഹു ഫ്രീക്വന്റ്ലി കൺസിസ്റ്റ് എ പാർട്ടിക്കുലർ ഷോപ്പ് അല്ലെ? ഒരു ഷോപ്പിൽ ഇടയ്ക്കിടയ്ക്ക് എന്താണ് സന്ദർശകനായിട്ട് വരുന്ന വ്യക്തിയാണ്. സന്ദർശകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്യുക? ആൻഡ് മേക്ക് ഇറ്റ് ഹാബിറ്റ് ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം ദെയർ അല്ലെ? അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അല്ലെ? And with whom the shopkeeper had to maintain a relationship to keep his or her custom. ഓക്കെ. അപ്പൊ അവിടെ എന്താണ്? അവരുടെ ശീലം അനുസരിച്ചിട്ട് ആ ഒരു ബന്ധം അല്ലെ? ഷോപ്പ് കീപ്പറും ആ ഒരു കസ്റ്റമറും തമ്മിലൊരു ബന്ധം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വിച്ച് മീൻസ് എക്സ്പെക്ടഡ് പർച്ചേസിംഗ് ദ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ ഇന്ന പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനോട് കൂടിയിട്ടുള്ള ഒരു ബന്ധം അവിടെ ഷോപ്പ് കീപ്പറും കസ്റ്റമറും തമ്മിൽ സ്ഥാപിച്ചെടുക്കുന്നു. ക്ലിയർ ആയോ ആ പോയിന്റ്? ഓക്കെയാണ്. അപ്പൊ 2 പോയിന്റും ഓക്കെയാണ് അല്ലെ? കസ്റ്റമർ എന്താന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇനി അതേമാതിരി തന്നെ ശീലം വന്നത് എങ്ങനെയാന്നുള്ള കാര്യവും കണ്ടു. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. കസ്റ്റമർ നീഡ്സ് മേ ബി. ഇപ്പോ വോയിസ് എന്തെങ്കിലും പോകുന്നുണ്ടോ? മിസ്സിംഗ് ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇല്ല. ഓക്കെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. നോക്കാം. നെക്സ്റ്റ് നോക്കാം. കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഗുഡ്സ് ഓർ സർവീസ് എ കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ. അപ്പൊ ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഓരോ കസ്റ്റമർ വരുന്നത് അല്ലെ? നമ്മളിപ്പോ ഒരു ഷോപ്പിൽ കയറിയിട്ട് മേടിക്കുന്ന സാധനമായിരിക്കില്ല മറ്റൊരു വ്യക്തി കയറി മേടിക്കുന്നത് അല്ലെ? വ്യത്യസ്തമായിരിക്കില്ലേ?
കട്ടായി പോകുന്നുണ്ടോ? എന്താ ഇവിടെ സംഭവം? അനുശ്രീക്ക് മാത്രമാണോ കട്ടായി പോണത്? ശ്രീനായ്ക്കും 1-2 പേരൊക്കെ ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ആക്ച്വലി പ്രോബ്ലം? എന്റെ ക്ലാസ് ആണോ ക്ലിയർ ആവാത്തത്, അല്ലെങ്കിൽ വോയിസിന്റെ ആണോ പ്രോബ്ലം? ക്ലാസ് എടുക്കുന്നതിലാണോ? വോയിസ് ആണ് കട്ടായി പോകുന്നത്. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഇവിടെ അങ്ങനെ ഒരു കാണുന്നില്ല. ഞാൻ എന്നാലും ജസ്റ്റ് ഇൻഫോം ചെയ്തു നോക്കട്ടെ. ഓക്കെ. ഹലോ, ഹലോ, വോയിസ് ക്ലിയർ ആണോ? വോയിസ് ഹലോ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ചിലപ്പോ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്തെങ്കിലും ഇനി ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇൻഫോം ചെയ്തോളൂ. ഇനി ക്ലാസ്സിനാണ് എന്തെങ്കിലും സ്പീഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. അതല്ല നെറ്റ് ഇഷ്യൂ ആണെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഒരുപാട് പേർക്ക് ഉണ്ടെങ്കിലാണ് അവരെന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ തന്നെ ഒരുപാട് പേര് ഒക്കെ എന്നാണ് പറയുന്നത്. ചിലപ്പോ ഈ പറഞ്ഞോളാം കാലാവസ്ഥ ചേഞ്ചിങ് ഉണ്ടല്ലോ, അപ്പൊ മഴയോ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും. എനിവേ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഓക്കെ അല്ലേ? നമ്മള് 2 പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? 2 പോയിന്റും ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ അല്ലേ? വോയിസ് ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഗോൾസ് defined as the goods or service a customer needs to achieve specific goals. Different needs are of varying importance to the customer. നമ്മൾ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് നമ്മൾ ഓരോ ഷോപ്പിൽ പോകുന്നത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വെച്ചിട്ടാണ് അല്ലെ. ഒരാളുടെ ആവശ്യമായിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ എന്തോ അത് നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഓരോ ഷോപ്പിലും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലും സർവീസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ പോകുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
എന്താണ് ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള നിറവേറ്റുന്നതിനുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകളെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകളെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. കസ്റ്റമർ നീഡ്സ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കും അല്ലെ. ഒരാൾക്ക് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ മറ്റൊരാൾക്ക് ന്യൂറോളജിസ്റ്റിനെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കാർഡിയോളജിസ്റ്റിനെ ആയിരിക്കും. വ്യത്യസ്ത ആവശ്യങ്ങളായിട്ടായിരിക്കും ഏതോ ഒരു പ്രവർത്തനത്തിനും ഏതോ ഒരു സേവനത്തിനും ഹോസ്പിറ്റലിലേക്ക് സമീപിക്കുന്നത്. അപ്പം എന്താണ് അവിടെ പറയുന്നത്? കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഗുഡ്സ് ഓർ സർവീസസ് എ കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ് അല്ലെ. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്ന രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകളെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ. ഓരോ കസ്റ്റമറിന്റെയും പ്രാധാന്യം അനുസരിച്ചിട്ട് ഈ തരത്തിലുള്ള ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഏത് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ് ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആവശ്യങ്ങൾ മാത്രമല്ല, ചിലരുടെ ഈ ഒരു ഇൻഫ്ലുവൻസസ് പ്രചോദനങ്ങളും വ്യത്യസ്തമായിരിക്കും അല്ലെ. ഓരോ വ്യക്തിയും ചിലപ്പോ ന്യൂസ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോ ചിലരുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ആശയവിനിമയം നടത്തുമ്പോൾ ചില സാധനങ്ങൾ വേണമെന്നാവും. കുട്ടികളാണെങ്കിൽ നമുക്കറിയാം ചില സാധനങ്ങൾ അവര് ആവശ്യപ്പെടുന്നത് എന്ത് കണ്ടിട്ടായിരിക്കും? എങ്ങനെ കണ്ടിട്ടായിരിക്കോ? അഡ്വർടൈസ്മെന്റ് അല്ലെ. അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങൾ കാണുന്നതൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അല്ലെ. കുട്ടികളുടെ പ്രത്യേകത നമുക്കറിയാം, അവര് ഇന്ന പരസ്യത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ആവശ്യപ്പെടാം. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള എക്സ്പെക്ടേഷൻസുകൾ ഈ പേഴ്സൺസിന് വരാനായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ അല്ലെ. ഈ ഒരു ഇൻഫ്ലുവൻസുകൾ വരുന്നത്, ഈ പ്രചോദനങ്ങൾ വരാനായിട്ടുള്ള സാധ്യത എന്താണ്? കൾച്ചറൽ വാല്യൂസ്, സാംസ്കാരികമായിട്ടുള്ള വാല്യൂകള്, പരസ്യങ്ങള്, വിപണനങ്ങള്, അനദർ കമ്മ്യൂണിക്കേഷൻസ്, മറ്റുള്ളവരായിട്ടുള്ള ആശയവിനിമയത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കസ്റ്റമറിന്റെ ഇത്തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് കടന്നു വരുന്നത്. ബോത്ത് വിത്ത് സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സസ്. ഓക്കെ, അപ്പൊ പല ഉപഭോക്തൃ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം. ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. കസ്റ്റമേഴ്സ് എക്സ്പെക്ടേഷൻസ് ആറ് അല്ലെ, അത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരാറുള്ളത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതേമാതിരി തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് കസ്റ്റമർ മീൻ ചെയ്യുന്നത് അല്ലെ. മീൻ ചെയ്യുന്നത് ഹാബിറ്റ്. ഹാബിറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ആ രണ്ട് പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് പോവുക. ഓക്കെ ആണോ? എന്താണ് കസ്റ്റമർ മീൻ എന്നുള്ള അണ്ടറിൽ വന്ന 4 പോയിന്റ്സും ജസ്റ്റ് വായിച്ചു നോക്കുക. ആണോ? ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. തേർഡ് പോയിന്റ് നോക്കാനുണ്ട്. കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഗുഡ്സ് ഓർ സർവീസസ് എ കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. അതായത് ഒരു പ്രത്യേക ലക്ഷ്യം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ വ്യക്തിക്കും പ്രത്യേക ലക്ഷ്യമായിരിക്കും. ഒരു ഹോസ്പിറ്റലിലെ സേവനത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ഒരാൾക്ക് കാർഡിയോളജിസ്റ്റിനെ കാണാനാണെങ്കിൽ ഒരാൾക്ക് ന്യൂറോളജിസ്റ്റിനെ കാണാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെ ഡയാലിസിസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എക്സ്റേ എടുക്കുക, അങ്ങനെ എന്തെങ്കിലും അല്ലെ ഒരു സ്കാനിങ് കാര്യങ്ങൾക്കായിരിക്കും. ഇൻ കേസ് നമ്മളൊരു ഷോപ്പിൽ ചെന്നാലും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളായിരിക്കില്ല മറ്റൊരാൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്ന രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഓരോരുത്തരുടെ വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ വസ്തുക്കൾ, സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ സർവീസ് കാര്യങ്ങളാണ്. അത് നമുക്ക് എന്താ പറയുക മൂല്യത്തോടുകൂടി അളന്ന് തൂക്കി മേടിക്കാൻ പറ്റില്ല അല്ലെ. സേവനങ്ങളുടെ രൂപത്തിലായിരിക്കും അത് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തില് അല്ലെ ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്ന തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകളെയാണ് കസ്റ്റമർ നീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ബിസിനസ് ലാംഗ്വേജ് ആണ്.
അതുകൊണ്ട് തന്നെയാണ് അത് അത്രയും. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിലേക്കുള്ള ഒരു രീതിയിലല്ല അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് എന്നൊക്കെ പറയുമ്പോൾ അത് ബിസിനസ് ലാംഗ്വേജിലാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട്, ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ടു ദ കസ്റ്റമർ. ഓരോ കസ്റ്റമറിന്റെയും ആവശ്യകത അല്ലെ, അവരുടെ ആവശ്യകത എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അവരുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും അല്ലെ, അവരുടെ പ്രാധാന്യം അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത്. ഓക്കെ അല്ലേ? പിന്നെന്താ, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം, കസ്റ്റമർ സർവീസിലേക്ക് പോകാം. ഓക്കെ, ഇതും ഒരു ബിസിനസ് ലാംഗ്വേജ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്താന്നുള്ളത്. കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ക്ലയന്റ് സർവീസ്. എന്താണ് കസ്റ്റമർ സർവീസ്? ഓൾസോ നോൺ ആസ് എ ക്ലയന്റ് സർവീസ് ഇസ് ദ പ്രൊവിഷൻ ഓഫ് എ സർവീസ് ടു കസ്റ്റമേഴ്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എ പർച്ചേസ്. ഒരു സാധനം നമ്മൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് കിട്ടുന്ന അല്ലെ സേവനങ്ങളെയാണ് നമ്മൾ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് ഒരു ടി വി അല്ലെ, ഇപ്പൊ പുതിയ ടിവികളൊക്കെ അല്ലെ വരുന്നത് അനുസരിച്ചിട്ട് തന്നെ സൈസ് ഒക്കെ വരുന്ന വേരിയേഷൻ ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് കസ്റ്റമർ സർവീസുകൾ പ്രദാനം ചെയ്യും. ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് ഈ സാധനം മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നിച്ച് പേയ്മെന്റ് കൊടുക്കണ്ടെന്ന് പറയും. ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് പേയ്മെന്റ് കൊടുത്താൽ മതി എന്ന് പറയും. ഉണ്ടാവില്ലേ അങ്ങനെ? ഉണ്ടാവോ? ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ മേടിക്കാനൊക്കെ ആയിട്ട് വിപണിയിൽ ലഭ്യമല്ലേ? അതെ. ഓക്കെ, അത് മാത്രമല്ല എന്താണ് ചിലപ്പോൾ ഇത് പോലെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനും അവർ സേവനങ്ങൾ പ്രദാനം ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെ ട്രാവലിംഗ് അല്ലെ ചാർജ് ഒന്നും അവർ ഈടാക്കില്ല, അത് കമ്പനിക്കാർ തന്നെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തിക്കും. അങ്ങനെ സർവീസ് പ്രദാനം ചെയ്യില്ലേ? ഉണ്ടാകാം. അപ്പൊ എന്താണ്, നമ്മളൊരു സാധനം മേടിക്കുന്നതിന് മുമ്പ് നമുക്ക് സർവീസ് പ്രദാനം ചെയ്യുന്നുണ്ട്, അറ്റ് ദ ടൈമില് അല്ലെ ആ ഒരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് സർവീസ് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇൻ കേസ് പിന്നെ അതിന് ഒരു ഒരു 1-2 വർഷത്തേക്കൊക്കെ വാറന്റി കാർഡൊക്കെ തരും. എന്തെങ്കിലും കേടായാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ അത് റിപ്പയർമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് അറ്റ് ദ ടൈമിലും അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സേവനങ്ങൾ അഡീഷണൽ ആയിട്ട് തരുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങളെയാണ് എന്ത് പറയുന്നത്, കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത്. കേസ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നമ്മളൊക്കെ എടുത്ത് നോക്കാം. ഇതെങ്ങനെ ഹോസ്പിറ്റലായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് അല്ലെ ഒരു ചാർട്ട് എടുത്തു അല്ലെ, ഡോക്ടറിനെ ബുക്ക് ചെയ്തു. നമുക്കറിയാല് ചിലപ്പോഴെങ്കിൽ ചില ഹോസ്പിറ്റലൊക്കെ ഒരു 20 days അല്ലെങ്കിൽ 1 monthലൊക്കെ വീണ്ടും ചീട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും പേയ്മെന്റ് കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ചില സൗകര്യങ്ങളില്ലേ അല്ലേ? ചിലയിടത്തൊക്കെ നമുക്കറിയാം അറ്റ് ടൈമിൽ ഓരോ പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. ചില ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയല്ല, ഒരു നിശ്ചിത സമയത്തിനുള്ള വീണ്ടും ചീട്ട് എടുക്കുമ്പോൾ ചാർജ് ഈടാക്കില്ല. 7 daysനുള്ളിലൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോ ഒക്കെ എന്താണ് എത്ര 15 days ഒക്കെ ഉണ്ടാവും ചില ഹോസ്പിറ്റൽ. അത് ഹോസ്പിറ്റലിന്റെ പ്രത്യേകത അനുസരിച്ചിട്ടൊക്കെ വ്യത്യസ്തമായിരിക്കും. വീണ്ടും എന്താണ് നമുക്കിപ്പോ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പൊ വീണ്ടും അത് എന്താണ് നമുക്ക് ഇൻ കേസ് അവിടെ പോയി തന്നെ കളക്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടമൊക്കെ മാറി. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് മൊബൈലില് അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നെറ്റ് സർവീസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ചിലപ്പോ ആണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ അയച്ചു തരും. അങ്ങനെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യില്ലേ? ഇല്ലേ? ചെറിയ ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ അതൊക്കെ എന്താണ് കസ്റ്റമർ സർവീസിന്റെ ആനുകൂല്യത്തിലാണ് അത് നടപ്പാക്കുന്നത്. അതായത് ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ചില സേവനങ്ങളാണ് അതൊക്കെ. ഓക്കെ, അവിടെ വീണ്ടും വന്ന കളക്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല, വീണ്ടും ഡോക്ടറെ കാണാനായിട്ടൊന്നും പേയ്മെന്റ് അടക്കേണ്ടി വരില്ല ഇത്ര സമയത്തിനുള്ളിൽ. അങ്ങനെ ചെറിയ ആനുകൂല്യങ്ങളൊക്കെ തരികയാണെങ്കിൽ അതൊക്കെ എന്താണ് കസ്റ്റമറിനോട് കൊടുക്കുന്ന ഒരു സേവനത്തിന്റെ ആനുകൂല്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് പോയിന്റിലേക്ക് പോകാം. അതാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ നോക്കാം. അക്കോർഡിംഗ് ടു
ഓക്കെ, നമ്മൾ ജസ്റ്റ് പറഞ്ഞു കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്, അത് അണ്ടർലൈൻ ചെയ്യാം. ഇസ് ദ പ്രൊവിഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമേഴ്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്. അപ്പൊ അതിന്റെ ഓക്കെയാണ് അല്ലെ, ആ സമയത്തും അല്ലെങ്കിൽ അതിനുശേഷം അതിന് മുമ്പും തരുന്ന എന്തെങ്കിലും സേവനങ്ങളെ നമുക്ക് കസ്റ്റമർ സർവീസ് എന്ന് പറയാം. അക്കോർഡിംഗ് ടു ടർബാനർ 2002, customer service is a series of activities designed to improve the level of customer satisfaction. അതായത് കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റീസുകളെ ഒക്കെ എന്തെന്ന് പറയാം, നമുക്ക് കസ്റ്റമർ സർവീസ് എന്ന് വിശേഷിപ്പിക്കാം. വീണ്ടും പറയുന്നു, ദാറ്റ് ഈസ് എ ഫീലിംഗ് ദാറ്റ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഹാസ് മെറ്റ് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്. അല്ലെ, കസ്റ്റമർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സർവീസുകളാണ് അല്ലെ, അവർക്ക് ആവശ്യമില്ലാത്ത സർവീസുകളൊന്നല്ല പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള, അവര് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സർവീസുകൾ ആ പ്രോഡക്റ്റിന്മേലോ സർവീസിന്മേലോ അല്ലെ, അവര് ചിലപ്പോൾ സർവീസാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ സേവനത്തിന്മേലോ അവർക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Customer service is a series of activities designed to improve the level of customer satisfaction. കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമാറായിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അല്ലെ, സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, കസ്റ്റമർ എന്താണ് പറയുന്നത്, ദാറ്റ് ഈസ് എ ഫീലിംഗ് ദാറ്റ് ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് that is the feeling that a product or service has met the customer expectation. കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെ, അവര് വിചാരിക്കുകയാണ് ഇത് ഇത്രയും സേവനം നമ്മൾ വീട്ടിലിരുന്നാലും ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെ, നമുക്കിപ്പോ ഹോസ്പിറ്റലൊക്കെ ചീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം, എന്തെങ്കിലും റിസൾട്ട് അറിയണമെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ചെയ്യാം. ഇൻ കേസ് ഇപ്പോ വലിയ വലിയ ഹോസ്പിറ്റലുകൾ ചില സംവിധാനങ്ങളൊക്കെ അല്ലെ, ഇടയ്ക്കൊക്കെ ഡോക്ടറെ നേരിട്ട് കാണുന്നതിന് പകരം ഓൺലൈനൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള സർവീസുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കസ്റ്റമറിന്റെ ആഗ്രഹത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊടുക്കുന്ന സേവനങ്ങളാണ്. അതിനെയെല്ലാം നമുക്ക് കസ്റ്റമർ സർവീസ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ാണ് കണ്ടിന്യൂ ചെയ്തോട്ടെ. Okay, customer service can be given by customer service can be given by salesman or a hospital executives. നമുക്കറിയാം ഗുഡ്സ് ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് സെയിൽസ്മാൻ ആയിരിക്കും. അതേമാതിരി തന്നെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള സർവീസുകൾ പ്രദാനം ചെയ്യുന്നത്. Then also through automated internet service. അത് മാത്രമല്ല, ഇന്റർനെറ്റ് സേവനത്തിലൂടെയും കസ്റ്റമർ സർവീസുകൾ നമുക്ക് ലഭ്യമാകാവുന്നതാണ്. ആ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. കസ്റ്റമർ സർവീസുകൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ലഭ്യമാക്കാം, ആരൊക്കെ പ്രൊവൈഡ് ചെയ്യാം, സെയിൽസ്മാൻമാര് പ്രൊവൈഡ് ചെയ്യാം, അതേമാതിരി തന്നെ എക്സിക്യൂട്ടീവ്മാരെ പ്രൊവൈഡ് ചെയ്യാം, അതേമാതിരി തന്നെ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് often the first person with whom patient has with the medical facility. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, ഫസ്റ്റ് പേഴ്സൺ ആണ് പേഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് അല്ലെ. ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് കൊടുക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ. ഒരു ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കസ്റ്റമർ സർവീസുകളെല്ലാം ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ പേഷ്യൻസിന് കൊടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫാണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു പോയിന്റും കൂടി നോക്കിയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒന്നുകൂടി നിങ്ങൾക്ക് വായിക്കാൻ അവസരം തരാം. ഗിവിംഗ് പേഷ്യൻസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ക്യാൻ ഗോ എ ലോങ് വേ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദെയർ പോസിറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് ദ ഫെസിലിറ്റി. അപ്പൊ നമുക്കറിയാം, അവിടെ നല്ലൊരു അനുഭവം അല്ലെ, അവിടെയുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നല്ലൊരു ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു അനുഭവം കിട്ടിയിട്ട് വേണം തിരിച്ചു പോകാൻ. എങ്കിൽ മാത്രമാണ് വീണ്ടും പേഷ്യൻസ് വരുള്ളൂ അല്ലെ. ഗിവിംഗ് പേഷ്യൻസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ക്യാൻ ഗോ എ ലോങ് അവേ
in establishing their positive experience with the facility. അവിടെയുള്ള സൗകര്യങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവമായിരിക്കണം പേഷ്യൻസിന് കിട്ടേണ്ടത് അല്ലെ. ഓരോ പേഷ്യൻസും ഓരോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒക്കെ കിട്ടി അവർക്ക് കൊടുക്കേണ്ട എല്ലാ തരത്തിലുള്ള സർവീസുകളെല്ലാം പ്രദാനം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം വീണ്ടും ആ പേഷ്യൻസ് വീണ്ടും എന്തെങ്കിലുമൊക്കെ വയ്യായികയും കാര്യങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് തയ്യാറാവോ? നല്ല സേവനമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ വയ്യായിക ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലെ സേവനം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടുത്തുന്നത് ആരാണ്? നമ്മുടെ മെഡിക്കൽ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫാണ്, റിസപ്ഷനിസ്റ്റ് ആണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ആണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ക്ലിയർ ആണ് മാം. ഇങ്ങനെ തന്നെ പോയാൽ മതി. എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പറയാം. കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ മതി. ഓക്കെ, വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. ക്ലിയർ ആണ് മാം. ഞാൻ വലിയ ചാപ്റ്ററിനെ ആദ്യം പിരിച്ചതാണ്. കാരണം അവസാനം വരുമ്പോൾ ചെറിയ ചാപ്റ്റർ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് വരും. നിങ്ങൾക്കൊരു 3 month ഒക്കെ ആകുമ്പോഴേക്കും അല്ലെ നമ്മളുടെ ഫസ്റ്റ് സെക്കൻഡ് പേപ്പറുകൾ തീർക്കേണ്ടതായിട്ട് വരും. ഏത് പോയിന്റാണ് ഒന്നുകൂടി പറയണമെന്ന് പറയുന്നത്? ഞാൻ ഒന്നുകൂടി പറയാമോ ചോദിച്ച പോയിന്റ്? കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അതെ, ഹോസ്പിറ്റലിലെ ബേസിലല്ല, ഇത് ബിസിനസ് ലാംഗ്വേജിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇന്റർനെറ്റ് സർവീസുകളൊക്കെ ഉള്ളതാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസുകൾ അല്ലെ. അവിടെ നമുക്ക് വാട്സപ്പിലൊക്കെ നമ്മള് അല്ലെങ്കിൽ മെയിലായിട്ടൊക്കെ നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പൊ അവിടെ പോയി നമുക്ക് നേരിട്ട് പോയി വീണ്ടും കളക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും വരില്ല അല്ലേ. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഡോക്ടറെ കാണുക, അവിടെ ചെന്ന് നമുക്ക് റിസൾട്ടുകൾ അങ്ങനെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓരോ ടെസ്റ്റും കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടുകൾ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ പോയി കളക്ട് ചെയ്ത് ഡോക്ടറെ കാണേണ്ട സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത്രയും സമയം ലാഗാവാതെ നേരിട്ട് തന്നെ നമുക്ക് റിസൾട്ട് നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ നേരിട്ട് തന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമുക്ക് ബുക്ക് ചെയ്യാം, വീട്ടിലിരുന്നിട്ട് ബുക്ക് ചെയ്യാം. പിന്നെ ഇത്ര സമയത്തിനുള്ളിലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫീസ് അളവൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ നമുക്ക് കസ്റ്റമർ സർവീസ് ഒക്കെ ആയിട്ട് കിട്ടുന്നത്. ചിലപ്പോൾ ചില ഡിഡക്ഷൻസ് ഒക്കെ അല്ലെ, നമുക്കിപ്പോ ഇൻ കേസ് നമുക്കറിയാം ഇന്ന അല്ലെ, അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, വർഷം കൂടിയും ടാക്സും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ അതെ, കൺഫ്യൂഷൻ വരും എന്നുള്ളത് ഗുഡ്സും സർവീസും കൂടി ഒന്നിച്ച് വരുന്നത് കൊണ്ടാണ് അത് കൺഫ്യൂഷൻ വരുന്നത്. അതാണ് അതിലങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. ഒരു ബിസിനസ് ലാംഗ്വേജിലാണ് ചേർത്തേക്കുന്നത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ പറയണം. അവിടെ ഗുഡ്സും കാര്യങ്ങളൊന്നും അല്ല, നമ്മള് ഹോസ്പിറ്റലിലെ സേവനങ്ങൾ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കുന്ന വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതെ, മനസ്സിലാക്കിയാൽ മതി.
അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല, ഫുള്ളായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ തന്നെയായിരിക്കും ആൻസേഴ്സ്. പിന്നെ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി പോകുക എന്ന് പറയുന്നത് കേസ് എന്തെങ്കിലും ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തേടുപ്പെടുത്തുന്ന തരത്തിൽപ്പെടുക അല്ലെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ചിട്ടൊരു അവയർനെസ് ഉണ്ടാവണം, ധാരണകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത് മസ്റ്റായിട്ട് മനസ്സിലാക്കി പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യാനൊക്കെ ആയിട്ട് നോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറയാറുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? Okay, thank you. Okay, ma'am. Thank you, ma'am. താങ്ക് യു. Okay, ma'am. Thank you, ma'am. ഓക്കെ താങ്ക് യു. Thank ഓക്കെ you, ma'am. നെക്സ്റ്റ്. Thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.